നമസ്കാരം. The life you want begins when you stop making excuses. നിങ്ങളുടെ ജീവിതം മാറാത്തതിന് കാരണം സാഹചര്യങ്ങളല്ല, നിങ്ങൾ പറയുന്ന കാരണങ്ങളാണ്. ഇന്ന് നമുക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. നാം എന്തൊക്കെ കാരണങ്ങൾ കണ്ടുപിടിക്കും? തുടങ്ങാൻ സാമ്പത്തിക ശേഷിയില്ല, സാഹചര്യങ്ങളില്ല, അത് തുടങ്ങാൻ എന്തൊക്കെ കാരണങ്ങൾ വേണം, അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ പലതും നമ്മൾ പറയുന്നത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാരണങ്ങളാണ്, ഒരിക്കലും നടക്കാൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാരണങ്ങളാണ്. അതുപോലെ നമുക്കൊന്ന് പുതിയൊരു പുസ്തകം എഴുതണം, അല്ലെങ്കിൽ ഒരു നോവൽ എഴുതണം, അത് നമ്മളിങ്ങനെ നീട്ടിക്കൊണ്ട് പോകും. കാരണം നമുക്ക് സമയം കിട്ടുന്നില്ല. ഇന്ന് എഴുതാൻ തുടങ്ങിയാൽ അത് പൂർത്തീകരിക്കാൻ പറ്റുമോ? എഴുതി തുടങ്ങിയാലല്ലേ പൂർത്തീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയുള്ളൂ. നമ്മൾ പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വെക്കുക, അതിന് നമ്മൾ കാരണങ്ങൾ കണ്ടെത്തും. അയ്യോ, ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് നല്ല കാര്യങ്ങൾ വേണ്ടേ, അതിന് ഒത്തിരി ഫെസിലിറ്റീസ് വേണ്ടേ, എനിക്കതിന് ചുറ്റിനുമുള്ള ലൈറ്റ് ഫെസിലിറ്റി വേണ്ടേ, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അത് തുടങ്ങാം. പക്ഷെ നമ്മൾ കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഇതുപോലുള്ള സാഹചര്യങ്ങളെ കുറ്റം പറയും. പക്ഷെ സാഹചര്യങ്ങളല്ല, നമ്മുടെ കാരണങ്ങളാണ് ഇത് തടസ്സപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ എന്ത് കാര്യം വേണമെങ്കിലും എടുത്തു നോക്കിയോ, നമ്മളൊരു ചുവട് ഇപ്പോൾ വെച്ചാൽ മാത്രമേ ആ ചുവട് വെക്കുന്ന കാര്യം വീണ്ടും വീണ്ടും മുന്നോട്ട് പോവുകയുള്ളൂ. പക്ഷെ ആ ചുവട് വെക്കാൻ വേണ്ടി നമ്മൾ മടിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മുടെ ഒരു കാര്യവും നടക്കത്തില്ല. നമുക്കിപ്പോൾ ഇന്നൊരു പാട്ട് പാടണം, അല്ലെങ്കിൽ ആ പാട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യണം. നമ്മൾ പാടിയാലല്ലേ പാട്ട് പാടാൻ പറ്റുമെന്ന് അറിയൂ. പാടി റെക്കോർഡ് ചെയ്താലല്ലേ അത് കൊള്ളാമോ, അല്ലെങ്കിൽ അത്. പക്ഷെ അതിന് വരെ ഇന്ന് എനിക്ക് ശരിയാവില്ല, ഞാൻ നാളെ വൈകിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ മാറ്റി വെക്കുമ്പോൾ നമ്മുടെ ഒരു കാര്യവും മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ജീവിതം മാറുന്നില്ല, അല്ലെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് അതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കാതെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാം. നിങ്ങൾ സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സാഹചര്യങ്ങൾ നമുക്കൊരു പ്രശ്നമേ അല്ല. കാരണങ്ങൾ പറഞ്ഞ് ഈ സാഹചര്യങ്ങളും ജീവിതം മാറാത്തതിനുള്ള അവസ്ഥയും സൃഷ്ടിക്കാതിരിക്കുക. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്ന് തന്നെ തുടങ്ങുക. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്, അല്ലെ നമുക്ക് എന്താണ് വേണ്ടത്, അത് ഓരോ ദിവസവും അതിനുള്ള വളം ഇട്ട് പോവുക. ഒരു ചെടി അല്ലെങ്കിൽ ഫലം തരുന്നത് എങ്ങനെയാണ്? നമ്മൾ ദിവസവും വെള്ളം ഒഴിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അത് തരികയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ ദിവസേന ഉള്ള പരിശ്രമം, തുടക്കം, അതിന് മടി വിചാരിക്കാതെ തുടങ്ങുക. നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ, നിങ്ങളുടെയൊക്കെ ജീവിതം മാറുവാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ദൈവം നിങ്ങൾക്ക് തരട്ടെ. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. നല്ല ഒരു എന്താ പറയുന്നത്, ഒരു ഫ്യൂച്ചർ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളും എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.